1 Corinthians 15:27 ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിൻ കീഴാക്കിയിരിക്കുന്നു. അപ്പൊ യേശു എങ്ങനെയാണ് കർത്താവായെന്നാണ് 1 Corinthians 15:26 പറയണത്. എങ്ങനെയാണ്? ദൈവം സമസ്തവും, നമ്മുടെ രോഗവും ക്ഷീണവും കടങ്ങളും വഴക്കും എല്ലാ തരത്തിലും നെഗറ്റീവ് പവേഴ്സും കുടുംബത്തിനും മന്ത്രവാദം എല്ലാ സംഭവവും ദൈവം സമസ്തവും പറഞ്ഞ് ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പോഴേ ക്രിസ്തു കർത്താവാകണത് അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയുകയാണ്. അപ്പം യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അതർ ഗോഡ്സിനെ ഡിസ്പെൽ ചെയ്യണതാണ് പിന്നീട് ഒരു ഓപ്ഷൻ ഉള്ളത്. അതർ ഗോഡ്സിനെ നമ്മൾ ഡിസ്പെൽ അതർ ഗോഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഇവിടെ ഹിന്ദുക്കൾ ഇരിപ്പുണ്ട്, മറ്റു തരത്തിലുള്ള പല ആൾക്കാർ ഇരിപ്പുണ്ട്. ഞാൻ ആ മതപരമായിട്ട് വേറെ ദൈവമെന്ന് പറയുകയല്ല. ഞാനിവിടെ അതർ ഗോഡ്സ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ ദൈവത്തേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന പൊന്ന്, അതുപോലെ തന്നെ പണം, ചിലരുമായിട്ടുള്ള ബന്ധങ്ങൾ, ചില വ്യക്തികൾ, ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വ്യക്തികൾക്ക് ആത്മീയ കാര്യങ്ങൾക്ക് ബൈബിളല്ലാതെ വേറെ വ്യക്തികൾ നമ്മളെ ഉപദേശിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. എന്താ കാര്യം? അവർ അതർ ഗോഡ്സിൽപ്പെട്ട ആളാണ്, വേറെ ദൈവമാണ്. കാരണം ദൈവത്തിനെ ഡീത്രോൺ ചെയ്തിട്ട് ഇവർ ദൈവമല്ലാത്തതിനെ ദൈവമായിട്ട് വെച്ചുകൊണ്ട് ആണ് നിങ്ങളെ അതിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്ക് വേണം. അപ്പോൾ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ യേശുവിൻ്റെ സ്ഥാനത്ത് പ്രാധാന്യം വരുന്ന പല വ്യക്തികളെയും സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ഗുഡ് ബൈ പറയണം. അതാണ് വിഷയം. അതൊരു വേർപാട് ജീവിതമാണ്. ഈ യേശുവിനെ സ്വീകരിക്കുന്നതിന് നല്ല വേർപാട് വേണ്ടി വരും.